ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ഉണ്ടോ, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. നമ്മൾ ജിമ്മിച്ചോ ഫാബ്രിക്കിൽ വരുന്നൊരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. നമ്മളിപ്പം കുറച്ച് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഇപ്പം ലാസ്റ്റ് മന്തിൽ വന്നിട്ടുള്ളൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസിൽ നമ്മളിതെങ്ങനെയാണ് മേക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ളത്, കാരണം ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നവരായിരിക്കും എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നുണ്ടാവാം. അപ്പോൾ ഇത് 1 ഇയർ ബേബിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ സാറ്റിൻ ഫാബ്രിക് സെക്കൻഡ് ലൈനിങ് ആയിട്ടാണ് സാറ്റിൻ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ 10 ഇഞ്ചസ് ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം സെയിം പാറ്റേണിൽ തന്നെ ഒരു വേറെ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത പീസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഞാൻ 10 ഇഞ്ചസ് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫുൾ സർക്കിളിലാണ് ഫ്രോക്കിലൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ്. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാ ഗ്യാദേഴ്സും കൂടി ഇടാൻ വേണ്ടി വേസ്റ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. നോർമലി നമുക്ക് 10 ഇഞ്ചസ് വേസ്റ്റ് 20 ആണല്ലോ വരുന്നത്, അപ്പോൾ അത് മതിയാകും. അപ്പോൾ അതിൽ ഞാൻ അതിനേക്കാളും ഡബിൾ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നവർക്ക് സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഫ്രോക്കിലൊക്കെ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. നമുക്ക് ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് ബോട്ടം പാർട്ടിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ലെയർ വരുന്നത്. ജിമ്മിച്ചോ ഫാബ്രിക്കാണിത്. നല്ല സൂപ്പറായിട്ടുള്ള ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഏകദേശം നമ്മളെ ഓർഗൻസ ഫാബ്രിക്കൊക്കെ പോലെ ഉള്ളൊരു കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. പക്ഷേ നല്ല ഷൈനി ആയിട്ട് കുറച്ചും കൂടെ കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ്. ഓർഗൻസൻ്റെ അത്ര ഇതല്ല. അപ്പോൾ ഇത് ഞാൻ 11 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. അതിൽ ലെങ്ത്ത് എടുത്തിട്ട് 3 ഇഞ്ചസിൻ്റെ ബോണിങ് നെറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ റീൽസിലും ഷോർട്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അപ്പോൾ ഞാനിത് നമ്മൾ 11 ഇഞ്ചസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഞാൻ വേസ്റ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്ന് ഇപ്പം ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മൾ നോർമലി വേസ്റ്റ് വരുന്നത് 20 ആണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഗ്യാദേഴ്സ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അധികം വരുന്നില്ല. ഞാൻ ജിമ്മിച്ചോ ഫാബ്രിക് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഓർഗൻസ ഫാബ്രിക്കാണ്. ഇതിൽ കണ്ടോ, ഓർഗൻസ ഫാബ്രിക്കും ജിമ്മിച്ചോ ഫാബ്രിക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഓർഗൻസ നമുക്ക് ഓൾറെഡി ഒരു ഷൈനിങ്ങുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള ഫാബ്രിക്കാണ് ജിമ്മിച്ചോ. ഇത് ഓർഗൻസ ഫാബ്രിക്കിൽ ഞാൻ സെക്കൻഡ് ലൈനിങ് ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ബോണിങ് നെറ്റ് വെച്ചിട്ട് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലൈനിങ്ങിനേക്കാളും കൂടുതൽ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ പൊങ്ങി നിൽക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെയാണ് നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് നോർമലി നമ്മൾ ചെയ്യുന്ന ടൈമിൽ ബോട്ടം പാർട്ടിൽ ഫസ്റ്റ് വരുന്ന ഭാഗത്തേക്കും കുറച്ചും കൂടെ ഗ്യാദേഴ്സൊക്കെ കൊടുത്തിട്ട് പഫ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഇന്നർ ലൈനിങ്സിലാണ് കൂടുതൽ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടെ പൊങ്ങി നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഫസ്റ്റ് ലൈനിങ് ഓർഗൻസ വിത്ത് ബോണിങ് നെറ്റ്, പിന്നെ വേസ്റ്റ് കുറച്ച് കുറച്ചും കൂടെ ഫ്രില്ല്. ഇതൊക്കെ നമ്മൾ ഫുൾ സർക്കിളിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എവിടെയും സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എലൈനായിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു രീതിയിലാണ്. കാരണം നമുക്ക് താഴോട്ട് വരുന്തോറും അതിൻ്റെ ആ ഒരു വിടുത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ഭാഗത്ത് കുറേ ഫ്രില്ലൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിനേക്കാളും താഴത്തേക്ക് വരുന്തോറും അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് വരാൻ അങ്ങനെയാണ് നല്ലത്. ചില ആൾക്കാർ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളെ ചോയ്സ്. ഇത് ഇനി ബോഡി പാർട്ടിലേക്കുള്ള ഫാബ്രിക്സാണ്. നമ്മൾ നോർമലി നെറ്റ് ഫാബ്രിക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണല്ലോ. പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഡബിൾ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ലൈനിങ് സാറ്റിൻ ഫാബ്രിക് കൊടുത്ത് ഞാൻ എല്ലാ സൈഡും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടൺ ലൈനിങ് വെച്ച് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുന്നത്, അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചാനൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. ചില ആൾക്കാർ എന്നോട് നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഇൻവിസിബിൾ സിബിൻ്റെ ഒരു മിസ്റ്റേക്ക് ഒരു ഫണ്ണായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി, റീൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായി, കമൻറ്റ് ചെയ്തിട്ടുണ്ടായി
ഓവർലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഭംഗിയിൽ നിൽക്കും. അപ്പോൾ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഡബിൾ ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഓവർലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രീതിയിലാണ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ അത് കാണാം. അപ്പം ഞാനിവിടെ ലെങ്ത്തും വിഡ്ത്തും മെഷർമെൻറ്റൊക്കെ കൊടുക്കാം. 1 ഇയർ ബേബിൻ്റെ കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചിലർക്ക് വേസ്റ്റ് ബോഡി പാർട്ട് കുറച്ച് ലെങ്തി ആയിട്ട് വേണമെന്നുണ്ടാവും, ചിലർക്ക് കുറച്ച് ഷോർട്ടായിട്ട് വേണമെന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് നമ്മൾ നോർമലായിട്ട് സീനെക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും സീനെക്ക് കവേർഡായിട്ടുള്ള സീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വൈഡായിട്ടുള്ള നെക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഇതാണ് നമ്മൾ ഫ്രോക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം 2 ലെയേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൈനിങ്സിൻ്റെ വേണമെങ്കിൽ എക്സ്ട്രാ കൂട്ടാം. അതിനനുസരിച്ച് അത് പെർഫെക്റ്റ് നിങ്ങളും അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സ്ലീവ് ഇതിപ്പം ഓൾറെഡി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചത് നമ്മളിപ്പോൾ ഷോർട്ടായിട്ടുള്ള പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് വരുന്നതിൻ്റെ. ഇത് സ്ട്രിപ്പ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്തതാണ്. അപ്പം പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെയിം നമ്മൾ ഇതിൻ്റെ തന്നെ പിങ്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്നിച്ചിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒന്നിച്ച് കാണിച്ചതേ ഉള്ളൂ. ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബോണിങ് നെറ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ അത് മനസ്സിലായിട്ടില്ല എന്ന് പറയണ്ട. ഞാനിത് റീല് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ പഫ് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. ലൈനിങ്ങിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു സ്ലീവിൽ എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ലുക്ക് വന്നിട്ടില്ല. അപ്പം ഞാനതൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ എന്തായാലും വീഡിയോസ് ലെങ്ത്ത് കൂടുമല്ലോ. അപ്പോൾ ഞാനതൊന്നും ഇപ്പം കാണിക്കുന്നില്ല. നമ്മളിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് ഹിറ്റ് ആൻഡ് ട്രയൽസ് ഇങ്ങനെ അതൊക്കെ ചെയ്തിട്ടാണ് ഓരോ മേക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഓരോന്ന് ഫ്രോക്കും ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേറെ എവിടെയും നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വേറെ ആരും ചെയ്തിട്ട് വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ പുതിയ ഫ്രോക്കുകൾ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഓരോ സ്റ്റിച്ചിങ് പരീക്ഷണങ്ങൾക്ക് നടത്തി നോക്കും. ഞാനിവിടെ എലാസ്റ്റിക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി. പക്ഷെ എനിക്കതത്ര ഞാൻ വെച്ചതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പം എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമത് ഞാൻ നമ്മൾ നോർമലി ചെയ്യുന്ന എനിക്കതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തു. സ്ലീവിൻ്റെയൊക്കെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ലെങ്ത്തും വിഡ്ത്തിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇത് കുറച്ച് സ്പീഡായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർക്കത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം. ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് സ്റ്റിച്ചസൊന്നും പുറത്ത് കാണില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ മുകളിൽ സ്ലീവിൻ്റെ മുകളിലും കുറച്ചും കൂടി ഇതുപോലെ പഫിയായിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എക്സ്ട്രാ പഫി ആവണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പ്ലീറ്റ്സ് കൊടുത്താൽ മതി. ഫാബ്രിക്സ് എക്സ്ട്രാ എടുത്തിട്ട് പഫിയായി കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒന്ന് ഞാനിപ്പോൾ ഇതിൽ എലാസ്റ്റിക് വെച്ചത് ഒന്ന് എലാസ്റ്റിക് വെക്കാത്തതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് എലാസ്റ്റിക് വെച്ചത് അതെന്തോ ഒരു ഇങ്ങനെ തൂങ്ങുന്ന പോലെ ഉണ്ടായി. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് നോർമലി സാധാരണ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. പുതിയ പാറ്റേണിലുള്ള ഫ്രോക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും പണിയാണ്. കാരണം അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് തന്നെ ആക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അഴിച്ച് പിന്നെയും സ്റ്റിച്ച് ചെയ്ത് പിന്നെയും കട്ട് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. ഇത് വിങ്സാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സ് ഈ ഒരു രീതിയിൽ ഫാബ്രിക് വെച്ചിട്ട് ചെയ്യുന്നത്. അതിൽ കൻകൻ ഫാബ്രിക്കും പിന്നെ നമ്മുടെ ക്യാൻവാസൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമലി നമ്മൾ ഇതുപോലെയാണ് വിങ്സ് ബോ ചെയ്യുന്നത്.
അപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ. കാരണം നമ്മൾ ലാസ്റ്റ് ഞാൻ ഒരു പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇന്ത്യൻ്റെ അല്ല കേട്ടോ, ഔട്ട് സൈഡിലുള്ള ഒരു കൺട്രിത്തെ ഫ്രോക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫാബ്രിക്കിന്. പക്ഷേ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് നമ്മളെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. പിന്നെ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്, ഇത് നമ്മൾ ഇതുപോലെ എന്താ ഫുള്ളായിട്ട് ഇൻസൈഡ് ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അതൊന്നും ഇതിലൊന്നും കാണിക്കാത്ത നിങ്ങളിങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ നമ്മളും വലിയ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മളിതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം ഇതുപോലെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ കാണാം, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ്. അതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ വീഡിയോസിലും ഓരോ ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ലെയേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡിയിലേക്ക്. ഇനി നമുക്ക് ലൈനിങ്സൊക്കെ സെറ്റ് ചെയ്യണം, സാറ്റിനും അതുപോലെ കോട്ടൺ ലൈനിങ്ങൊക്കെ. ഇവിടെ ഞാൻ നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എവിടെയും സ്റ്റിച്ചസ് ഒന്നും പുറത്തൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തൊരു വേസ്റ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ലൂസ് ആണെങ്കിൽ വേസ്റ്റിൻ്റെ ഭാഗത്തൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതുപോലെ അത് കറക്റ്റ് ആയിട്ടുണ്ടോ, അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് നമ്മൾ പുതിയതായിട്ടൊരു ഫ്രോക്കാണെങ്കിൽ എന്തായാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടുമോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ നമ്മൾ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഡെമ്മിലിട്ടിട്ടും വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് സാറ്റിൻ ലൈനിങ്ങും അതുപോലെ കോട്ടൺ ലൈനിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കൺകനും കോട്ടനും വരുന്ന ആ ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. ഇതിൽ ആപ്ലിക് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ ഓർഡർ വന്ന സമയത്ത് ഇതുപോലെ അതിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട്, കുറച്ച് ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഷോപ്പിൽ പോയ ടൈമിൽ കറക്റ്റായിട്ട് ഈ ഒരു ഫാബ്രിക് കറക്റ്റ് സെയിം ഷെയ്ഡിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അതിങ്ങനെ എടുത്തതാണ്. അപ്പോൾ കറക്റ്റ് തന്നെയാണ് നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് ഏകദേശം മാച്ച്. ഞാനിപ്പോൾ എൻ്റെ റെഫറൻസ് പിക്ക് കാണിച്ചു കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫാബ്രിക്കാണ്, കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം ഒന്നും നോക്കിയില്ല, കാമീറ്റർ വാങ്ങി. കാമീറ്ററിന് നമുക്ക് അധികമാണ്, കുറച്ചല്ലേ വേണ്ടൂ നമുക്ക്, സ്ലീവിലും ബോഡിയിൽ ഫ്രണ്ടിലും കുറച്ച് മാത്രം. അപ്പം അങ്ങനെ വാങ്ങി ഇതുപോലെ ആപ്ലിക് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. സോൾഡറിങ് ആൻഡ് മെഷീൻ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ കത്രിക വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു സൈഡൊന്നും ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ സോൾഡറിങ് ആണ് വെച്ചിട്ടാകുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ട് കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ടൈം എടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കെയർ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഒരു ഫാബ്രിക് കിട്ടിയതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം ലാഭമായി. എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഹാൻഡ്സ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പം കറക്റ്റായിട്ടൊക്കെ കിട്ടി. എനിക്ക് പൊതുവേ ഭയങ്കര ലക്കാണ്ട് ഇങ്ങനെ ഫാബ്രിക്സിൻ്റെ കാര്യത്തിലൊക്കെ. നമ്മൾ ചിലപ്പോൾ ഫാബ്രിക്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും ഓർഡേഴ്സൊക്കെ എടുക്കും, എവിടെ എന്താണെന്ന് തന്നെ അറിയുന്നുണ്ടാവില്ല. പക്ഷേ എവിടെയെങ്കിലും ആയിട്ട് ആ ഫാബ്രിക് നമുക്കിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കുക ഏതെങ്കിലും ഷെൽഫിൽ ഉണ്ടാവും, അതിങ്ങനെ നമുക്ക് കാത്തിക്കുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ഫാബ്രിക് കിട്ടിയത്. ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് ഭയങ്കര ലക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ. അതിൻ്റെ ആ ഒരു ബീഡ്സ് വർക്കും ലീഫ് വർക്കും ഒക്കെ കറക്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ അത് കണ്ട സമയത്ത്. ഞാൻ ഈ കസ്റ്റമറിനും അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെയാണ് ഈ വർക്കൊക്കെ വരുന്നത് എന്നുള്ളത്. കാരണം അവർക്ക് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഞാനിതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഇതാണ് കേട്ടോ നമ്മൾ റെഫറൻസ് പിക്ക് വരുന്നത്, ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ആ ഒരു വർക്ക് തന്നെയാണ് നമുക്കിപ്പം ആപ്ലിക് വർക്കിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിനി സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിതുപോലെ B7000 ത്രെഡും നമ്മൾ ഹാൻഡ് സ്റ്റിച്ചും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
അപ്പം ഇത് ഈ ഒരു രീതിയിൽ ചെയ്താലേ നമുക്ക് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രോക്കിലേക്ക് അറ്റാച്ച്, കാരണം ഇതുണ്ടോ വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെയാണ് വർക്ക് വരുന്നത്. അപ്പം നമുക്ക് ബോഡിയിലൊക്കെ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ആ ഒരു ശരിക്കും അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ്, നമുക്ക് ആ ഒരു ലുക്കിൽ വെച്ച് ചെയ്താലേ ആ പെർഫെക്ഷനിൽ കിട്ടും എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആപ്ലിക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താണല്ലോ. അതിനുശേഷം ഞാൻ എവിടേക്കാണ് വേണ്ടത് അവിടേക്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ഓരോ ആപ്ലിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എവിടേക്കാണ് ഏതൊക്കെയാണ് ഏകദേശം ആ ഒരു ലുക്കിലേക്ക് വരുന്നത് അതൊക്കെ ഒന്ന് പിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ഗം ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ താഴത്തെ പക്ഷത്തൊക്കെ ഇങ്ങനെ ലീഫിൻ്റെ ഇങ്ങനെ ഇതൊക്കെ ഓവർലാപ്പിംഗ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നോക്കുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഒന്ന് പുറത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് പുറത്തുനിന്നാണ് വെച്ചിട്ടുണ്ട്, അത് സിറ്റ് ഔട്ടിൽ നിന്ന്. അപ്പോൾ ഏകദേശം വെച്ചിട്ട് ഇതുപോലെ ഞാൻ സൈഡിലൊക്കെ B7000 വെച്ചിട്ട് ചെയ്തിട്ട് ഗം ചെയ്തിട്ട് സെൻറ്ററിലൊക്കെ ഹാൻഡ് സ്റ്റിച്ചും കൊടുത്തു. ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കുന്നവർക്ക് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് B7000 V8000 ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് സെറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഹാൻഡ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഫ്രോക്ക് നല്ലോണം ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയത്. ഡിസ്പാച്ച് ചെയ്യാൻ കൊറിയർ ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് മാംഗ്ലൂരേക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫ്രോക്ക് കയറിയാലും ആ വർക്കൊന്നും പോരുതെന്നുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ വശത്തും കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടോ ഇല്ലാതെ പിന്നെ ഞാൻ ഹാൻഡ് സ്റ്റിച്ചൊക്കെ ചെയ്ത്, കാരണം നമ്മൾ ഈ ഒരു B7000 ഒക്കെ വേഗം ഗമ്മ് ഒട്ടുന്ന സാധനമാണെന്നാലും കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് എൻഷുർ ചെയ്തിട്ടാണ് ഡിസ്പാച്ച് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസും കൂടി ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ ബോയും പിന്നെ നമ്മുടെ ഫാസിനേറ്ററും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കൊക്കെ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായത് ഞാൻ അതിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും നമ്മൾ ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഫ്രില്ല് കണ്ടോ, ഇത്രയും ഫ്രില്ലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റെഫറൻസ് പിക്കിൽ അത്രേ വരുന്നുള്ളൂ. പിന്നെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇൻസൈഡ് നമ്മൾ എക്സ്ട്രാ ഗ്യാദേഴ്സ് ഇട്ടിട്ട് ഫ്രില്ല് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ആ ഓർഗൻസ ഫാബ്രിക്കിലും സാറ്റിൻ ഫാബ്രിക്കിലും കോട്ടൺ ലൈനിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ വിങ്സിലും കൂടെ ബട്ടർഫ്ലൈ ബോയിലും കൂടെ ഇതുപോലെ ആപ്ലിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ഡബിൾ ഹാപ്പിയായി. അപ്പം ഡെലിവറി ഡിലേ ആയിട്ട് പോയാലും പ്രശ്നമില്ല, കസ്റ്റമർ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ.